ഇങ്ങനെ പേടിക്കരുത്. കോൺഗ്രസ് പറയുന്നത് അമിത്ഷായോടാണ്. ഡൽഹിയിൽ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത് അമിത്ഷായുടെ പോലീസായിരുന്നു. ഇതിന് പാർലമെന്റിൽ മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ട് ദിവസം 4 പിന്നിട്ടു. എന്നാൽ ഇരട്ടച്ചങ്കുള്ള ബിജെപിയുടെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ മുങ്ങി. പാർലമെന്റിന്റെ പരിസരത്ത് പോലും ഷാ എത്തുന്നില്ല. കണ്ടാൽ കോൺഗ്രസ് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന പേടിയാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ഒരുപക്ഷെ ശരിയായിരിക്കാം. വർഷകാല സമ്മേളനത്തിന്റെ ഒരു ദിനം പോലും സ്വസ്ഥമായി സഭാ നടപടികളുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ജന്തർ മന്ദിറിൽ യുവാക്കളുടെ പുറം അടിച്ചുപൊളിച്ച പോലീസ് സേനയുടെ കിരാത നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്ന് രാഹുൽ ഗാന്ധി പലകുറി ആവശ്യപ്പെട്ടിട്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ അമിത്ഷാ മെനക്കെടുന്നില്ല. രാവിലെ നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് കോട്ടും സ്യൂട്ടും ഇട്ടെത്തിയ അമിത്ഷാ പക്ഷേ സഭയിലേക്ക് എത്താൻ മെനക്കെട്ടില്ല. അല്ലെങ്കിൽ സഭയിലെത്താൻ ഭയപ്പെടുന്നു എന്നതാണ് വാസ്തവം. ആരെയും കൂസാക്കാതെ എന്തിനേയും നേരിടാൻ മനോധൈര്യമുള്ള അമിത്ഷായിൽ നിന്നും ഈ ഒളിച്ചോട്ടം BJP-ക്കാർ പോലും കരുതിയിരിക്കില്ല. അമിത്ഷായെ കാണാനില്ലെന്ന് കോൺഗ്രസ് പാർലമെന്റിൽ അലറിയപ്പോൾ തലകുനിച്ചു പോവുകയാണ് മറ്റ് കേന്ദ്രമന്ത്രിമാർ. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കി കഴിഞ്ഞതിന് പിന്നാലെ പെല്ലറ്റ് ആക്രമണം നയിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അമിത്ഷായെ കൊണ്ട് മാപ്പ് പറയിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഉറപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി. പാർലമെന്റിൽ ഇതോടെ രാഹുൽ ഗാന്ധിയും അമിത്ഷായും നേർക്കുനേർ ഏറ്റുമുട്ടുമെന്നാണ് BJP-ക്കാർ വീമ്പ് പറഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചെത്തിയിട്ടും അമിത്ഷാ സഭാ സമ്മേളനത്തിൽ നിന്നും മുങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ ചേംബറിൽ തിങ്കളാഴ്ച ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിലാണ് അമിത്ഷായെ കൊണ്ട് കണക്ക് പറയിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ സഖ്യം നടത്തുമ്പോൾ പക്ഷേ ഒറ്റയടിക്ക് മുങ്ങുകയാണ് അമിത്ഷാ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ നീതിയുക്തവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആവശ്യപ്പെട്ടത്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം മാരകായുധങ്ങളും കണ്ണീർ വാതകങ്ങളും ഉൾപ്പെടെയുള്ള ബലപ്രയോഗത്തിലൂടെ സുരക്ഷാ സേന അവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇത് അംഗീകരിക്കില്ലെന്നും രാജ്യത്തിന്റെ യുവതയെ തല്ലിച്ചതച്ചവർക്കെതിരെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾ മറുപടി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതിൽ പ്രതിഷേധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് അതിക്രമത്തിൽ 100 കണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥിനികളെ പോലീസുകാർ ആക്രമിച്ചു. പ്രത്യേകിച്ചും മാരകമായ പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ടത്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നതിനും പ്രതിഷേധക്കാരെ മർദ്ദിക്കാൻ സിവിൽ വേഷത്തിലുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിനും പിന്നിൽ അമിത്ഷായുടെ ഉത്തരവുണ്ടെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇക്കാര്യം പരിശോധിക്കണമെന്ന് കൂടി പാർലമെന്റിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഷാ മുങ്ങിയിരിക്കുന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്, TMC തുടങ്ങിയ ചില പ്രതിപക്ഷ പാർട്ടികൾ റൂൾ 267 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിലെ തുടർ നടപടികൾ നടക്കണമെങ്കിൽ അമിത്ഷാ സഭയിൽ എത്തേണ്ടതുണ്ട്. ഇതോടെയാണ് ഭയന്ന് മാളത്തിലിരിക്കാതെ മുന്നിലേക്ക് വരാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും അമിത്ഷായെ വെല്ലുവിളിച്ചിരിക്കുന്നത്.